ഒരു ആനയെ സ്പോട്ട് ചെയ്തെന്നാ പറഞ്ഞു കേട്ടോ. ഇത് ഫുള്ള് മാങ്ങയാണ്, കാട്ടുപോത്തിന്റെ കാൽപ്പാടാണ്. അടിപൊളിയാ ട്രിക്ക്. നമ്മളിന്ന് പോകുന്നത് ആലംവെട്ടിയിൽ നിന്ന് തൂവാനം വാട്ടർഫോൾസിലേക്ക് ഒരു ട്രക്കിംഗ്. 3 കിലോമീറ്റർ താണ്ടി ട്രക്ക് ചെയ്ത് നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ പോയാലോ? ദാദാ മരങ്ങൾക്കിടയിൽ കൂടെ കാണുന്നതാണ് നമ്മുടെ തൂവാനം വാട്ടർഫോൾസ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലീന അവിടെ പോകുന്നു. ഞാൻ ട്രക്കിങ്ങിന് പോകും. അങ്ങ് ദൂരെ കാണുന്നതാണ് കാന്തല്ലൂർ. ഇതൊരു റിസോർട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ട്രക്കിങ്ങിൻ്റെ സമയം രാവിലെ 9 മുതൽ 2 മണി വരെയാണ്. 2 മണിക്ക് എങ്കിലും എത്തണം, കാരണം 3 മണിക്കൂറുണ്ട്. പോയി തിരിച്ചു വരാനുള്ള സമയം കൂട്ടിയിട്ടാണ് ഒരു 2 മണി വരെ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ ടീമായതുകൊണ്ട് പറയല്ല, എല്ലാവർക്കും ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ബോട്ടിൽ വെള്ളം പോലും ഇല്ലാതാണ് എല്ലാം ട്രക്കിങ്ങിന് 3 മണിക്കൂറത്തെ ട്രക്കിങ്ങിന് ഇറങ്ങിയേക്കണേ. ആകെ കുറച്ചെങ്കിലും ഉത്തരവാദിത്തമുള്ള നമ്മുടെ സലീമിക്കായിരുന്നു. പുള്ളിയുടെ ഒരു കുപ്പി വെള്ളം ഉണ്ടായി, പക്ഷേ പുള്ളിക്ക് അവിടെ എന്തോ ആരോ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഭയങ്കര സ്പീഡിൽ പോയി. ആർക്കും പുള്ളിയുടെ കൂടെ എത്തിപ്പിടിക്കാൻ പോലും പറ്റില്ല. ഓടി വരണ കണ്ട എന്തെങ്കിലും പറയാനാന്ന് തോന്നും. വ്ളോഗറാണ്, പക്ഷേ ക്യാമറയെ കാണില്ല. അങ്ങനെ എല്ലാവരും നടന്നുപോയി. പിന്നെ നമ്മുടെ ടീമിലുള്ളവർക്ക് ഒട്ടും വ്ളോഗിങ് കഴിവോ ക്യാമറയിൽ വരാൻ നല്ല മടിയായതുകൊണ്ട് ഒറ്റ മനുഷ്യൻ ക്യാമറ നോക്കി ഒന്നും പറഞ്ഞുമില്ല, ചിരിച്ചുമില്ല, മിണ്ടിയില്ല. എല്ലാവരും ക്യാമറ അവിടെ ഉള്ളൊരു മരം പോലെ കൺസിഡർ ചെയ്തിട്ട് അങ്ങ് നടന്നുപോയി. പിന്നെ എല്ലാവരും സ്ലോ മോഷനായിട്ടൊക്കെ നടന്നു വരുന്നുണ്ട്. കാണുമ്പോൾ തോന്നും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ എല്ലാവരും നടന്ന് അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിക്കുന്നുണ്ടായി. പിന്നെ വരുന്നതാണ് നമ്മുടെ ശ്രേയ ചേച്ചി. ശ്രേയ ചേച്ചിക്ക് പിന്നെ ഒട്ടും ക്ഷീണം കാണില്ല, കാരണം പുറകെ ജിസ്മി ചേച്ചി നന്നായിട്ട് തള്ളുന്നുണ്ട്. അല്ല, ഗൈഡ് പറഞ്ഞത് വെള്ളമുള്ള സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ്. ഇപ്രാവശ്യം മഴ കുറവായിരുന്നു തോന്നുന്നു. അട്ട പേടിയുള്ളവർക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ട്രെക്കിംഗ് സ്പോട്ടാണിത്. അതെ, ഉപ്പൊന്നും വേണ്ട. ഇത് ഒരു ഡ്രൈ ഫോറസ്റ്റ് ആണ്. ഇപ്പം ഡ്രൈ ലാൻഡ് ആയതുകൊണ്ട് അട്ട ഉണ്ടാവില്ല. അപ്പോൾ അട്ട പേടിയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു സ്പോട്ടാണിത്. മഴയില്ലാത്തതുകൊണ്ട് ജിസ്മി ചെറി വെള്ളമൊന്നുമില്ല. മഴയത്ത് ക്രോസ് ചെയ്യാൻ പാടാന്ന് പുള്ളി പറഞ്ഞു. ഈ സ്പോട്ടിലായിട്ട് രാവിലെ നേച്ചർ ക്യാമ്പിന് പോയപ്പോൾ ഒരു ആനയെ സ്പോട്ട് ചെയ്തെന്നാണ് പറഞ്ഞു കേട്ടോ. ഈ കാണുന്ന കാക്ടസ് ഇല്ലേ, ഇതാണ് നക്ഷത്ര ആമയുടെ പ്രധാന ഭക്ഷണം. ഇതിവിടെ നിറയുണ്ട് കേട്ടോ. നമ്മുടെ ടീമിലെ എല്ലാവരുടെയും കയ്യിൽ ഓരോ കളറിലെ റെയിൻ കോട്ട് കണ്ടിട്ട് വല്ല ആഡാന്ന് വിചാരിക്കണ്ട. വരുന്ന വഴി മഴ ഉണ്ടാവുമെന്ന് പേടിച്ച് നമ്മൾ കുറേ കളർഫുൾ കോട്ടുകൾ വാങ്ങിയിട്ടുണ്ടായി.
വീഡിയോയിൽ എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഫുള്ള് മാങ്ങയാണ്, നിറച്ചും കായ്ച്ചു കിടക്കാണ്. പുളിയാ ഈ കാണുന്നത് കാട്ടുപോത്തിൻ്റെ കാൽപ്പാടാണ്. ഒരു രാവിലെ സമയത്ത് വന്നതാണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ആ ഒരു സ്ക്രീൻ തന്നെയാണ്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഒരു മാസത്തിനുള്ളിലൊക്കെ മഴ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ ആനയും കാട്ടുപോത്തും ഒക്കെ വെള്ളം കുടിക്കാൻ വരുന്നതാണ്. അത് നമ്മളവിടെ കാൽപ്പാടൊക്കെ കണ്ടത്. ഇത് അപ്പുറത്തോട്ടൊക്കെ ആയിട്ട് ആനപ്പിണ്ടമൊക്കെ ഉണ്ട്. മടുത്തല്ലേ? ഹലോ ഗൈസ്, ഞങ്ങൾ ഓൾമോസ്റ്റ് വാട്ടർഫോളിന്റെ അവിടെ എത്തി. ഞങ്ങൾ ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ പൊരിഞ്ഞ വെയിലത്ത് 2 കിലോമീറ്റർ ട്രെക്കിംഗ് കംപ്ലീറ്റ് ആയി. വെറുതെ നടക്കാനുള്ളൂ, പക്ഷെ അത്യാവശ്യം സൗണ്ട് കേൾക്കാതെ വ്യൂ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ കൂടെ ഒരാളും കൂടെ കിട്ടിയിട്ടുണ്ട്. ജോണത്തൻ, ഇതുവരെയുള്ള ട്രെക്കിംഗ് എങ്ങനെയുണ്ടെന്ന് പറ. കണ്ടു നമ്മൾ മാങ്ങാമരം, ഐ മീൻ മാവ് കണ്ടു. ഫൈനലി വി മീറ്റ് സം ഓഫ് അവർ ടീംമേറ്റ്സ്. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ ട്രെക്കിംഗ്? വെള്ളമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചേട്ടൻ പറയില്ല. എനിക്ക് പ്രശ്നമില്ല. ഗുഡ് ക്യാമറ. നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പം വഴിക്കൊക്കെ നല്ല വീതി ഉണ്ടായിരുന്നേ. ഇപ്പം വഴിയൊക്കെ ചെറുതാണ്, എന്നാലും ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതിയാണല്ലേ. താഴെ നല്ല കുഴിയാണ്. ആ കാണുന്നതാണ് തൂവാനം വാട്ടർഫോൾസ്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉണ്ട് നടക്കാൻ. ബേസിക്കലി നമ്മൾ നടന്ന് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായി. പക്ഷേ സൈഡിലെ വെള്ളക്കെട്ട് കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി, വെള്ളച്ചാട്ടം എന്തോ അടുക്കാറായി എന്നുള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു വെള്ളക്കെട്ട് കണ്ടു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മുമ്പിൽ ഫുൾ വെള്ളമുണ്ട്, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. പിന്നെ ട്രക്കിങ്ങിന് വരുമ്പോൾ എപ്പോഴും താഴേക്ക് മാത്രം നോക്കി നടക്കല്ലേ, ഇടയ്ക്കൊക്കെ മുകളിലേക്ക് നോക്കണം. മേലേക്ക് നോക്കുമ്പോൾ ആകാശത്തിൽ മരം വെച്ചിട്ട് പെയിൻ്റ് അടിച്ച പോലെ കുറേ കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ. ഒരു ട്രക്കിംഗ് ആകുമ്പോൾ കുറച്ചൊക്കെ അഡ്വഞ്ചർ വേണ്ടേ? ഈ ചെറിയ ചെറിയ പാറകളായിരുന്നു നമ്മുടെ അഡ്വഞ്ചർ. അതിനകത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെന്തോ വലിയ ഏതോ ഒരു ട്രക്കിങ്ങിന് പോണ സ്ഥിര ആൾക്കാരാണെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ആക്ച്വലി നമ്മൾ പറയാറില്ലേ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ ബട്ട് ദ പീപ്പിൾ ഹൂ വെയർ വിത്ത് അസ്. അതുതന്നെയാണ് നമുക്കിവിടെ ഉണ്ടായത്. ആക്ച്വലി നമ്മുടെ ടീം അടിപൊളി ആയതുകൊണ്ടും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും എൻജോയ് ചെയ്തും പോയതുകൊണ്ടും ഡെസ്റ്റിനേഷൻ വാസ് ഈവൻ മോർ ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ടീമുമായിട്ട് അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് പോകാനാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് തൂവാനം വാട്ടർഫോൾസ്.
ബിക്കോസ് വൺസ് നിങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേന് എൻ്റെ പൊന്നേ അടിപൊളി. ഇവിടെ ഇതിലും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം വെള്ളം കുറഞ്ഞാണ്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ, ഓൾമോസ്റ്റ് ഒരു 1.25 മണിക്കൂർ നടന്ന് നമ്മൾ എത്തിയത് എവിടെയാണ്? ഇതാണ് നമ്മുടെ നവനീത്. നമ്മൾ കണ്ടിട്ടില്ലേ ട്രെയിനിലൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാരെ നോക്കിയിട്ട് പടം വരയ്ക്കണ ആൾ. അതുപോലെ നല്ല സീനിക്കും ഏസ്തറ്റിക്കും ആയിട്ടുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഒരു ഡ്രോയിങ് ചെയ്യണ പതിവാണ് നമ്മുടെ നവനീത്. ഞങ്ങളുടെ കൂടെ ഉള്ള നവനീത് ഒരു പടമൊക്കെ വരച്ചിട്ടുണ്ട്. ആ പടം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓൾസോ നമ്മൾ ചെന്ന സമയത്ത് അങ്ങനെ ഒത്തിരി ആൾക്കാരൊന്നും അവിടെ ഉണ്ടായില്ല. നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ കുറേ ഫോട്ടോഷൂട്ടും ഒക്കെ ഉണ്ടായി. പിന്നെ ഫോട്ടോ ഒക്കെ വരുമ്പോൾ എല്ലാവരുടെയും ഒരേ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, എന്നാലും സാരമില്ല, എല്ലാവരും ഒരുമിച്ച് പോകാൻ. എങ്ങനെയായിരുന്നു ഹർഷ? എന്ത് പറ്റി ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? എൻജോയ് ചെയ്യുക. എൻജോയിങ് ദ വ്യൂ. ഇപ്പം നമ്മൾ ട്രെക്കിംഗ് കഴിഞ്ഞ് തിരിച്ച് നടക്കുകയാണ്. നമുക്ക് എല്ലാവരോടും ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഈസി ട്രെക്കാണ്. ഒരു 3 കിലോമീറ്ററിൽ താഴെ മാത്രം നടക്കാനുള്ള വൺ സൈഡ് 3 കിലോമീറ്റർ താഴെ. പിന്നെ മൊത്തം ഒരു നടന്നു പോകാൻ ഒരു മണിക്കൂർ എടുക്കുള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ട് ഒരു 3/4 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് നമുക്ക് മൊത്തം ഒരു 3 മണിക്കൂറിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രക്ക്.
നമുക്ക് ആന, കാട്ടുപോത്ത്, മാനയൊക്കെ കാണാൻ പറ്റും. രാത്രി ടൈമാണെങ്കിൽ ബൈസൺ കാണാൻ പറ്റും. ഇന്ന് രാവിലെ അവിടെ നേച്ചർ ക്യാമ്പിന് പോയ പിള്ളേർ ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഉണ്ടായിരുന്നു. നമ്മൾ വരുന്ന വഴിക്ക് പിണ്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അത് എപ്പോഴും രാത്രിയായ ആണ്. നമ്മുടെ കയ്യിലുള്ള വെള്ളം തീർന്നു. അപ്പോൾ ഈ ഗൈഡ് പറഞ്ഞത് ഈ വെള്ളം കുടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ബേസിക്കലി നമ്മൾ പോയ സമയത്ത് അവിടെ ഒട്ടും മഴയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പാറക്കെട്ടൊന്നും അത്ര സ്ലിപ്പറേ അല്ലായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായി. എന്നാലും ടീമുമായിട്ട് നടക്കുമ്പോൾ സംസാരിച്ചും കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് റോസ്റ്റൊക്കെ ചെയ്തിട്ട് നടക്കാൻ നല്ല രസമുണ്ടായി. അങ്ങനെ നമ്മൾ കുറേ നടന്ന് നീങ്ങി. നടന്നു കഴിയുമ്പോഴത്തേന് കുറേ സമയമായപ്പോഴത്തേന് എല്ലാവർക്കും ക്ഷീണവും കുറച്ച് വെള്ളം വേണം, എല്ലാവരും ഡീഹൈഡ്രേറ്റഡ് ആയി തുടങ്ങി. സാധാരണ ട്രക്കിങ്ങിന് വരുമ്പം എല്ലാവരും വെള്ളം എടുക്കുക പതിവാണല്ലോ. നമ്മുടെ ടീമിന് പിന്നെ ആ ഒരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ഒരാളുടെ വെള്ളം ഇല്ലായിരുന്നു. ഇത്രയും നേരം ട്രക്ക് ചെയ്യാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഫുള്ള് കയറ്റമാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ നല്ല സുഖമായിരുന്നു, ഇറക്ക് വരുന്നതുകൊണ്ട്. ഇനി അങ്ങോട്ട് നിറച്ച് കയറ്റോ. സിമ്രാൻ പോയപ്പോൾ കാപ്പിത്തോട്ടത്തിൽ കൂടെയുള്ള വോക്കെന്ന് പറഞ്ഞ ആളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാ ട്രക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രക്കിങ്? അടുത്ത് പക്ഷെ നല്ലല്ലായിരുന്നോ? വയ്യണ്ടായല്ലേ?